ബാംഗ്ലൂർ ടെർമിനൽ 1 കാരണം 1 മൊത്തം കാലിയാണ് കേട്ടോ. പുതിയ ടെർമിനൽ 2 തുടങ്ങിയതുകൊണ്ട് 1 ഫുള്ള് കാലിയായിട്ടിരിക്കുക. പണ്ട് ഇവിടെ അതുപോലെ തിരക്കായിരുന്നു, ഇവിടെ മൊത്തം ഫുള്ള് കാലിയായി. ഇനി അടുത്ത പരിപാടി എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഡൊമസ്റ്റിക് മാത്രമേ പരിപാടിയാണ് നടന്നില്ല ഗൈസ്. ഓക്കെ, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. ഇവിടെ മൊത്തം കാലിയായിപ്പോയി. ഷെയറൊക്കെ സാധാരണ ഒഴിവില്ലാത്തതാണ്. ഇന്നിപ്പം ഷെയറെല്ലാം ഭയങ്കര ഒഴിവാണ്, ഫ്രീ ആയിട്ട് കിടക്കുക, ആരും കിടക്കാനൊന്നും ഇല്ലാതെ. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല. അതുപോലെ ഇതെന്താ കാലിയായിട്ട്, ഫുള്ള് കാലിയായിട്ട് കിടക്കും, ഫുള്ള്. ഇവിടെയൊന്നും ഒരു മനുഷ്യനില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും ഗൈസ്. ഇതുപോലെ തിരക്കുണ്ടായിരുന്നൊരു എയർപോർട്ടായിരുന്നു. ഇവിടെയൊക്കെ കാലിയാണ്, ഫുള്ള് കാലിയാണ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അതുപോലെ ആളെ കൊണ്ട് ഇടിച്ച് നടക്കാൻ മേലാത്തൊരു സ്ഥലമായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് പുതിയ എയർപോർട്ട് അപ്പുറത്ത് ടെർമിനൽ 2 സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ചെറിയൊരു അഭാവം ഇവിടെ ഉണ്ട്. അതായത് ആൾ കുറയുന്നതിൻ്റെ അതുകൊണ്ടായിരിക്കും ഇവിടെ കുറഞ്ഞേക്കുന്നത്. നമ്മുടെ KFC കാണുന്നില്ല, KFC പൂട്ടിപ്പോയ. നോക്കാം KFC ഉണ്ടോ. എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, ഫുള്ള് കാര്യമാണ്. KFCയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു KFCന്ന് ഫുഡൊക്കെ കഴിച്ച്, പുള്ളി കഴിച്ചില്ല, ഞാൻ KFC പോയിട്ട് KFC ക്ലോസ് ആയെന്ന് തോന്നുന്നു. എല്ലായിടത്തും അടച്ചു വെച്ചിരിക്കുകയാണല്ലോ ഗൈസ്. മൈ ഗോഡ്, KFC ക്ലോസ് ആയി. KFC ബാംഗ്ലൂർ എയർപോർട്ടിലെ ടെർമിനൽ 1 KFC ആണ് ഗൈസ്. നോക്കാം ഓർഡർ കിട്ടുമോ. ഓർഡർ KFC പോയിട്ട് KFC കിട്ടിയില്ല കേട്ടോ. KFC ക്ലോസ് ആയിപ്പോയി. വിശന്ന് തകർന്നിരിക്കുക. KFCയിൽ പോയിട്ട് ഭക്ഷണം കിട്ടാതെ നേരെ തിരിച്ച് അവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. അങ്ങേറ്റത്ത് അവിടെ കാണാൻ സാധ്യതയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എനിക്ക് ഭയങ്കര സങ്കടം, ഈ എയർപോർട്ട് കാലി അടിച്ചെടുക്കണം. ഒരു മനുഷ്യൻ പോലും എയർപോർട്ടിലില്ല. ഭയങ്കര ദുഃഖമാണ്. ഇത്ര കാലി അടിച്ചെടുക്കണം. ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല എയർപോർട്ട് ഇത്രയും കാലി അടിച്ചെടുക്കുന്നത് ഗൈസ്. ഫോട്ടോസൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് സൂപ്പർ ഫോട്ടോസ്. തഞ്ചാവൂർ പെയിൻറ്റിങ്സാണ്. മേടിച്ചത് കണ്ടോ, KFC പൂട്ടിയാണ്. 449 രൂപ ചിക്കൻ റാപ്പ് മേടിച്ച് ചൂടാക്കുവാണ് ഗൈസ്. ഇതൊക്കെ എന്ത് സാധനമാണെന്നറിയില്ല. റവയും ചിക്കനൊക്കെ വെച്ചിട്ട് എന്തൊക്കെ പരിപാടിയാണ്. KFC അടച്ചു പോകണ്ട് 449 രൂപ എടുത്ത് ഒരു റോള്. ബാക്കി എല്ലാ കടകളും അടച്ചു, കടകളൊന്നും ഇല്ല, ഫുള്ള് അടച്ചുകൊണ്ട് നമുക്ക് ആകെ ഒരു രക്ഷയില്ലാതായപ്പോൾ എനിക്ക് കഴിക്കാൻ ലോഞ്ചിൽ പോയിട്ട് കട ആക്സസ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടുന്ന് വന്നിട്ട് ഈ ചിക്കൻ ഇംഗ്ലീഷ് ജർമ്മനിയിലെങ്ങാണ്ട് കഴിക്കാൻ സാധനം, സ്പാനിഷിലോ ഡച്ചിലെങ്ങാണ്ട് കഴിക്കാൻ സാധനം നമ്മളിത് കഴിച്ചു. അപ്പം 449 രൂപ വില കൊടുത്ത്, പൈസ ഇല്ലാത്ത സമയമാണ്, 449 രൂപ കൊടുത്ത് നമ്മൾ ഈ സാധനം മേടിച്ച് കഴിക്കുന്നത്. KFC പോയി ബർഗർ കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഈ പൈസക്ക് ഒരു ബക്കറ്റ് ഫ്രൈഡ് ചിക്കനും മേടിക്കാമായിരുന്നു, 2 ചിക്കൻ സിംഗിളും മേടിക്കാമായിരുന്നു. അപ്പം ഇന്നിപ്പം നമ്മുടെ
ഡിന്നർ ഇതാണ്. അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിലെത്തി. അവിടെ പോയി കിടക്കാം. മോർണിംഗ് ഒരു കോഫി കുടിക്കുന്നത് രാവിലെ 60 എടുക്കും. നല്ല തണുപ്പായിരുന്നു, കിടന്നു തുടങ്ങി. മോർണിംഗ് ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. നേരെ യൂബർ എടുത്ത് നേരെ കമ്പനി ഒന്ന് കിടന്ന് ഒരു 2 മണിക്കൂർ കിടന്ന് കസേരയിൽ ഇരുന്ന് ഉറങ്ങി. 4:30 ഫ്ലൈറ്റ് ഇവിടെ എത്തി. കസേരയിൽ ഇരുന്ന് ഉറങ്ങി. ആ കണ്ണൊക്കെ യൂബർ എടുത്ത് നേരെ കമ്പനിക്ക്. അപ്പോൾ യൂബറിൻ്റെ ചാർജ് എത്രയാണ് നടത്തി? നല്ല വെയിറ്റ് ആക്കി യൂബറിൻ്റെ ചാർജ് മുകളിൽ നോക്കിയിട്ട് അപ്പോൾ നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കമാണോ, അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് ഉറങ്ങി. അപ്പോൾ ഓക്കെ.